അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മലയാള സിനിമയിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാനൊരു അമ്മ നടി ഉണ്ടായിരുന്നു ആലോചിക്കണം ഇവിടെ. ആരാണ് ചോദിച്ചത്? കാണുമ്പോ നമ്മളിങ്ങനെ തൊഴുതു പോകും. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും. പക്ഷെ അവര് ഭൂരിഭാഗം നടന്മാരുടെയും പിമ്പായിരുന്നു ആലോചിക്കണം. അതിനെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? എത്രയോ നല്ല നടികളെ ഒരാളും പരാതി എന്നറിയാം. അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. പരാതി അല്ല, എനിക്കറിയാം. അല്ല, അവരിങ്ങനെ മോളെ പറഞ്ഞു കൊടുക്കും, ഇത് സിനിമയാണ്, നിനക്ക് ഉയരണ്ടേ, രക്ഷപ്പെടണ്ടേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. തെലുങ്കില്, ഹിന്ദി ഇതൊക്കെ പോയിട്ടില്ലേ? രേഖയുടെ പേര് പറയുന്നു, ശ്രീദേവിയുടെ പേര്, ഇങ്ങനെയൊക്കെ പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ ഒക്കെ പേര് പറയുമ്പോ ഓഹോ ഇങ്ങനെയാണല്ലോ, ശരി, എന്താ കുഴപ്പം? തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ഒരാളും അറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ കാര്യങ്ങൾ അറിയും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഈ ഒരു നടനെതിരെ ആരോപണം വെച്ച് നടി പറയുന്നത് ഇവിടെ സെക്രട്ടേറിയറ്റില് ഷൂട്ടിംഗ് നടന്നപ്പോ പുറയില് ശുചിമുറിയിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോ എനിക്ക് കയറി പിടിച്ചു എന്നുള്ളതൊക്കെയാണ്. മനസ്സിലാവാത്തൊരു കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, ചിലർക്ക് നമ്മൾ പറയുമ്പോൾ ചില ദൗർബല്യങ്ങളായിരിക്കാം. വസ്ത്രം മോഷ്ടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. ഫ്രഷ് വസ്ത്രം ആരും കൊണ്ടുപോയില്ല. ചിലപ്പോൾ കുറച്ചും കൂടി നനഞ്ഞ് ഒട്ടിയ അതുവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അയ്യോ ദാരിദ്ര്യം. ഞാൻ വരട്ടെ? എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.